ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിപ്പിടിയാണ്. കോഴിപ്പിടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ 700 ഗ്രാം ചിക്കനാണ്. മസാല പൊടിച്ചത് സവാള 200 ഗ്രാം ചെറുതായി അരിഞ്ഞതാണ്. മല്ലി, വേപ്പില, തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ പാല്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, അതെല്ലാം കൂടി അരച്ച പേസ്റ്റാണ്. എണ്ണ ആവശ്യത്തിന്, വെള്ളം, പിന്നെ 300 ഗ്രാം അരിപ്പൊടി നമ്മൾ വാട്ടി അത് ഒരു ഇഡ്ഡലി ചെമ്പിൽ വേവിച്ച് ഷീറ്റാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചട്ടി ഒന്ന് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ച് സവാള മൂപ്പിക്കുക. സവാള മൂപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഈ കുക്കറിനകത്ത് ചിക്കൻ ഇട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാ സാധനങ്ങളും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് ഇത് മസാല ശരിയായി കഴിയുമ്പോൾ ഇതിലേക്ക് പകർത്താനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കുക്കറിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിനിടാം, ഒരല്പം പേസ്റ്റ് ഇതിടാം. നമ്മളിപ്പോൾ കുറച്ച് ഇതിനകത്ത് ഇടണോളൂ, മസാലയിൽ നമുക്ക് ഇടാനുള്ളതാണ്. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മസാലപ്പൊടി വളരെ കുറച്ച് മതി. അത് നമ്മൾ ഈ മസാലയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് സെപ്പറേറ്റ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചട്ടി ചൂടായിരിപ്പുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കേണ്ടതുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. സ്റ്റൗ കത്തിച്ചത് ഞാനിതിവിടെ ഒഴിക്കുകയാണ്. ഇവിടെ എണ്ണ ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. സവാള വഴഴുന്ന സമയത്ത് നമുക്കിവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു 300 ഗ്രാം അരിപ്പൊടിയാണ്. അത് വാട്ടിയെടുത്തിട്ട് പരുത്തി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സാധാരണ നമ്മൾ തിരി പോലെ തെറുത്താണ് നമ്മളിത് ഉണ്ടാക്കാറ്. ഇതൊരു വ്യത്യസ്തത കൂടി ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് അരിയണതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു, സവാള വാടിക്കൊണ്ടിരിക്കുന്നു, പിടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ പണിയും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരി എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ ആണ് തിരി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇതേപോലെ തെറുത്ത് ഒരേ കഷ്ണങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മുറിച്ച് വിട്ടിട്ടാണ് സാധാരണ പിടിയിലേക്ക് ഇടുന്നത്. എന്നുവെച്ചാൽ കൂട്ടിയോണ്ട് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ചിക്കൻ ഒരു 2 എയർ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 2 എയർ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ കൂടെ ഈ പിടി ഇങ്ങനെ കിടന്ന് നന്നായി അങ്ങോട്ട് വഴന്ന് വെന്ത് ഇറച്ചിയുടെ കൂടെ അങ്ങോട്ട് കിടന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിടി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാണ്, 300 ഗ്രാം പൊടിയാണിത്. നമ്മൾ സാധാരണ പച്ചരിക്ക് വാട്ടുന്ന പോലെ വാട്ടിയിട്ട് താഴെ വെച്ച് പരത്താം. പരത്തി ഇതേപോലെ ഒരു ഷീറ്റാക്കി എടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഉണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇത് ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്. ഇത് പേസ്റ്റാക്കിയതാണ്. ഇത് നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി വേപ്പിലിട്ട് കൊടുക്കാം. മസാലയിൽ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാനുണ്ട്. കുറച്ച് മസാലപ്പൊടി. ഇത് നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ്. ഇതിൽ ഏലക്ക, പട്ട, കരയാമ്പ്, തക്കോലം, പത്രി, പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ കൂടി പൊടിച്ച ഒരു മസാലയാണ്. ഇത് നമുക്കൊരു സ്പൂണൊക്കെ ഇതിനകത്തേക്ക് ഇടാം. ഇതിങ്ങനെ എണ്ണയിൽ കിടന്നങ്ങോട്ട്
ശരിക്കും മുരിഞ്ഞ് ആ ഒരു വറുത്ത മണം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. മസാല അങ്ങോട്ട് തിളച്ച് നല്ല ഒരു കട്ടിയായിട്ട് വരും. ആ കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പിടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഒരുവിധം കട്ടിയായി വരാണ്ട് നമുക്ക് ഈ പിടി കുറച്ച് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് തുറന്നിട്ട് അതിനകത്തുള്ള ചാറ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കൊഴുപ്പ് വന്നതിന് ശേഷം ബാക്കി ചിക്കനും ഈ പിടി ഇതിനകത്തേക്ക് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ചാറ് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. സാധാരണ നമ്മൾ പൊടി പൊഴിച്ച് തിരി തെറുത്തിട്ടുണ്ടാക്കിയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ പൊടി വാട്ടിയ പൊടിയാണ് ഇടാറ്. ഇത് വാട്ടി നമ്മൾ വേവിച്ചതായതുകൊണ്ട് ഇത് കണ്ടമാനം വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് ഇടാം. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് കറക്റ്റ് അളവിന് ആ ചാറെല്ലാം കട്ടിയായിട്ടുണ്ട്. മല്ലിയും വേപ്പിലയും കുറച്ച് ഇതിനകത്തേക്ക് ഇടാം. ഇതിനി ഇരിക്കുന്നതോറും ശരിക്കും കുറുകി നല്ല കട്ടിയായിട്ട് വരും. ചിക്കൻ പിടി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.